കൊറിയയിലെ സിയോളിൽ ടാക്സി ഓടിച്ച് ഉപജീവനം നടത്തുന്ന ഒരാളാണ് നമ്മുടെ ഹീറോ. ഭാര്യ മരിച്ച ഇദ്ദേഹത്തിന് ഒരു കൊച്ചു മകളുണ്ട്. കടം കാരണം ബുദ്ധിമുട്ടുന്ന ഇദ്ദേഹം കൊങ്ജു എന്ന സ്ഥലത്തേക്ക് ഒരാൾ എത്തിച്ച വലിയൊരു തുക പ്രതിഫലമായി കിട്ടുമെന്ന് കേൾക്കുന്നു. പണം മോഹിച്ചിട്ടാണ് ഇദ്ദേഹം ആ യാത്ര ഏറ്റെടുക്കുന്നത്. പക്ഷെ ആ വിദേശി ഒരു സാധാരണക്കാരനായിരുന്നില്ല. കൊങ്ജുവിൽ അന്ന് നടന്നുകൊണ്ടിരുന്ന വലിയൊരു പ്രക്ഷോഭത്തെക്കുറിച്ച് ലോകത്തെ അറിയിക്കാൻ വന്നൊരു ജർമ്മൻ പത്രപ്രവർത്തകനായിരുന്നു. അയാൾ ആ സ്ഥലത്തെത്തുമ്പോൾ അവിടെ പട്ടാളവും ജനങ്ങളും തമ്മിൽ വലിയൊരു യുദ്ധം പോലെ നടക്കുകയാണ്. അവിടെ നടക്കുന്ന ക്രൂരതകളൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് പേടിയാവുകയും ആ പത്രപ്രവർത്തനോട് തിരിച്ചു പോകാനൊക്കെ പറയുന്നു. എന്നാൽ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും വിദ്യാർത്ഥികളും ഒക്കെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കണ്ടപ്പോൾ നമ്മുടെ ഹീറോന്റെ മനസ്സ് മാറുകയാണ്. അയാൾ തന്റെ സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് പോലും പീറ്ററിനെ സുരക്ഷിതമായിട്ട് ആ ദൃശ്യങ്ങളുമായിട്ട് തിരികെ സിയോളിൽ എത്തിക്കാനായിട്ട് തീരുമാനിക്കും. അങ്ങനെ അവസാനം പല തടസ്സങ്ങളും മറികടന്നിട്ട് പീറ്റർ ആ വാർത്ത ലോകത്തിന് മുമ്പ് എത്തിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പീറ്റർ നമ്മുടെ ഹീറോയെ തേടി പലതവണ വന്നുവെങ്കിലും ഹീറോയെ അയാൾക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ഹീറോ കാണിച്ച ആ ധൈര്യത്തിന് നന്ദി പറയാൻ പീറ്റർ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. 2016 പീറ്റർ മരിക്കുന്നതിന് മുമ്പ് വരെ അദ്ദേഹം നമ്മുടെ ഹീറോയെ ഓർത്ത് പ്രാർത്ഥിച്ചിരുന്നു. സൗഹൃദത്തിന്റെയും മാനവികതയുടെയും ഒരു വലിയ കഥയാണിത്. ഇത് വെറും ഒരു സിനിമയല്ല, യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.